നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. വരുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും? 10 സീറ്റ് എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകുമോ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ആത്മവിശ്വാസം നിയമസഭയിലേക്കും പടരുമോ? ബി.ജെ.പിയുടെ തന്ത്രം എന്താണ്? പ്രധാന മണ്ഡലങ്ങൾ ഏതെല്ലാം? സ്റ്റാർ സ്ഥാനാർത്ഥികൾ ആരെല്ലാം? ശക്തിയും വെല്ലുവിളികളും എല്ലാം നോക്കാം. ബി.ജെ.പിയുടെ പ്രധാന ലക്ഷ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തുറന്നു പറയുന്ന ലക്ഷ്യം ഒറ്റ തവണയ്ക്ക് 10 സീറ്റ് എന്നതാണ്. ഇത് ചെറിയ കാര്യമല്ല. കാരണം കഴിഞ്ഞ നിയമസഭയിൽ ബി.ജെ.പിക്ക് 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതോടെ പാർട്ടിയിൽ വലിയ ആത്മവിശ്വാസമാണ് രൂപീകരിക്കപ്പെട്ടത്. കോർപ്പറേഷൻ പിടിച്ചാൽ നിയമസഭയ്ക്കും പിടിക്കാം എന്ന രാഷ്ട്രീയ കണക്കുകൂട്ടലിലാണ് ബി.ജെ.പി. ഈ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ജില്ല തിരുവനന്തപുരം തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് ആദ്യമായി ബി.ജെ.പി ഭരിക്കുന്ന കോർപ്പറേഷൻ, ശക്തമായ സംഘടനാ സംവിധാനം, യുവ മധ്യവർഗ നഗര വോട്ടുകൾ. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേമത്ത് മുൻപ് ഒ രാജഗോപാൽ വിജയിച്ച മണ്ഡലമാണ്. ലോക്സഭയിൽ രാജീവിന് ഏറ്റവും കൂടുതൽ വോട്ട് നൽകിയ നിയമസഭാ മണ്ഡലം. അതിനാൽ നേമം ബി.ജെ.പിക്ക് ഹൈ കോൺഫിഡൻസ് സീറ്റ് തന്നെയാണ്. കഴക്കൂട്ടത്ത് വി മുരളീധരൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ, ദേശീയ തലത്തിലുള്ള പരിചയം, ന്യൂനപക്ഷ മധ്യവർഗ സമീപനമാണ്. കാട്ടാക്കട പി കെ കൃഷ്ണദാസ്, RSS പശ്ചാത്തലം, സംഘടനാ വോട്ടുകൾ ഉറപ്പെന്ന് പറയുന്നു. വട്ടിയൂർക്കാവ് ആർ ശ്രീലേഖ, മുൻ DGP, സ്ത്രീ വോട്ടുകൾ, അഴിമതി വിരുദ്ധ ഇമേജ്, സിസ്റ്റം വിരുദ്ധ ചിന്തയുള്ള യുവാക്കളെ ലക്ഷ്യമിടുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 3 മുതൽ 4 സീറ്റ് വരെ ബി.ജെ.പി പ്രതീക്ഷിക്കുന്നുണ്ട്. മധ്യ കേരളത്തിലേക്ക് നീങ്ങുമ്പോൾ കായംകുളം ശോഭ സുരേന്ദ്രൻ, ലോക്സഭയിൽ ആലപ്പുഴയിൽ മികച്ച പ്രകടനം, ശക്തമായ ക്യാമ്പയിനിലൂടെ നേടുമെന്നാണ് പറയുന്നത്. കായംകുളം ബി.ജെ.പിക്ക് ഡാർക്ക് ഹോഴ്സ് മണ്ഡലമായി മാറുന്നു. പാലക്കാട് നോക്കുമ്പോൾ പാലക്കാട് ബി.ജെ.പിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയും ഏറ്റവും വലിയ വെല്ലുവിളിയുമുണ്ട്. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ, മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. ശക്തമായ സംഘടനാ പിടുത്തം. കഴിഞ്ഞ തവണ മെട്രോമാൻ ഇ ശ്രീധരൻ 3859 വോട്ടിന് മാത്രം പരാജയപ്പെട്ടു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 18,000 വർദ്ധിച്ചു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം, ഭരണവിരുദ്ധ വികാരം, ഹിന്ദു വോട്ട് കൺസോളിഡേഷൻ എല്ലാം കൂടി ചേർന്ന് വോട്ടുകൾ കുറയുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമല്ല എന്ന മനോഭാവത്തിലാണ് ബി.ജെ.പി. ബി.ജെ.പിയുടെ ശക്തിയും ദൗർബല്യവും എന്തെന്ന് നോക്കാം. ശക്തമായ സംഘടന, കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ, നേതാക്കളുടെ വ്യക്തിപരമായ ഇമേജ്, നഗരമേഖലയിലെ വളർച്ച, ഇവയെല്ലാമാണ് ഇവരുടെ ശക്തികൾ. എന്നാൽ വെല്ലുവിളി എന്തെന്ന് നോക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ട്, LDF UDF ധ്രുവീകരണം, ഗ്രാമീണ മേഖലയിൽ കടന്നുകയറൽ ബുദ്ധിമുട്ട്. സുഹൃത്തുക്കളെ, ഈ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 10 സീറ്റ് നേടുമോ എന്നത് മണ്ഡല കേന്ദ്രീകൃത പ്രവർത്തനത്തിൽ ആശ്രയിച്ചിരിക്കും. തിരുവനന്തപുരം, പാലക്കാട്, കായംകുളം പോലുള്ള തിരഞ്ഞെടുത്ത മണ്ഡലങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ 5 മുതൽ 8 സീറ്റ് മുതൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. മികച്ച സാഹചര്യത്തിൽ 10 സീറ്റ് വരെ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെ വിലയിരുത്തുന്നത്. ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ. ബി.ജെ.പി കേരളത്തിൽ എത്ര സീറ്റ് നേടുമെന്ന് നിങ്ങൾ പറയൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. താങ്ക്